ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പപ്സ് എങ്ങനെ പാനിൽ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. ഈ ഒരു മുട്ട പപ്സിന് ബേക്കറിയിൽ നിന്നും വാങ്ങിക്കുന്ന മുട്ട പപ്സിൻ്റെ അതേ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഡൗ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത ഈ ബോൾസ് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് 1 മണിക്കൂറോളം സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതുപോലെ ബോൾസിൻ്റെ എല്ലാ വശങ്ങളും ഓയിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്നങ്ങ് അടച്ചു വെക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ മുട്ട പപ്സിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ ബോൾസ് എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നങ്ങ് ഇതുപോലെ പരത്തി കൊടുക്കാം. നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഇടയ്ക്ക് മുറിഞ്ഞു പോയാലും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് വീണ്ടും മടക്കിയിട്ട് ഇതുപോലെ പരത്തുന്നുണ്ട്. ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ മടക്കി പരത്തുന്നതുകൊണ്ട് മുട്ട പപ്സിൻ്റെ ഔട്ടർ പാർട്ടിൽ നമുക്ക് ലേയേഴ്സ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ചതുരത്തിൽ ഇത് പരത്തിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്നും 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മുട്ട 4 കട്ട് ചെയ്തതിൽ നിന്നും ഒരു ഭാഗം ഇതിലേക്ക് വെച്ച് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട പപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ബട്ടർ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു പപ്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. രണ്ടു വശവും മൂത്ത് വന്നതിന് ശേഷം 2 തവിയോ സ്പൂണോ ഹോൾഡറോ ഉപയോഗിച്ച് മറ്റു വശങ്ങൾ കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. അങ്ങനെ മുട്ട പപ്സിൻ്റെ പുറം ഭാഗമെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്.
അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പപ്സ് ഇവിടെ പാനിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്